ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC മന്ത്രം. 10ാം ക്ലാസ് ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ചാപ്റ്റർ 3 സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത്. ആൻസർ ഉപാപചയ പ്രവർത്തനങ്ങൾ. ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നാണ്. കഴുത്തിന് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി. ആൻസർ തൈറോയിഡ് ഗ്രന്ഥി. കഴുത്തിന് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തഃസ്രാവി ഗ്രന്ഥി. ആൻസർ തൈറോയിഡ് ഗ്രന്ഥി. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി. ആൻസർ തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ആൻസർ തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. താഴെ തന്നിട്ടുള്ളതിൽ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. തൈറോക്സിൻ, കാൽസിറ്റോണിൻ എന്നീ ഹോർമോണുകളാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. ആൻസർ തൈറോക്സിൻ. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി. ആൻസർ ചിത്രശലഭത്തിന്റെ ആകൃതി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി ചിത്രശലഭത്തിന്റെ ആകൃതി. തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. ആൻസർ അയഡിൻ. തൈറോക്സിന്റെ ഉൽപ്പാദനത്തിനാവശ്യമായ മൂലകമാണ് അയഡിൻ. അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥ. ആൻസർ ഗോയിറ്റർ. അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ. ആൻസർ തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം. ആൻസർ ക്രെട്ടനിസം. തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടനിസം. തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം. ആൻസർ മിക്സഡിമ. തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗം. ആൻസർ എക്സോതാൽമിക് ഗോയിറ്റർ. തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗമാണ് എക്സോതാൽമിക് ഗോയിറ്റർ. തൈറോക്സിന്റെ അളവ് കുറയുന്ന അവസ്ഥ. ആൻസർ ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിന്റെ അളവ് കൂടുന്ന അവസ്ഥ. ആൻസർ ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ്.
ആൻസർ 100 ml 9 മുതൽ 11 മില്ലിഗ്രാം ആണ്. 100 ml 9 to 11 മില്ലിഗ്രാം. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ആൻസർ എക്സോതാൽമിക് ഗോയിറ്റർ. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എക്സോതാൽമിക് ഗോയിറ്റർ. രക്തത്തിലെ അധികമുള്ള കാൽഷ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ കഴിയുന്ന ഹോർമോൺ. ആൻസർ കാൽസിറ്റോണിൻ. രക്തത്തിലെ അധികമുള്ള കാൽഷ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി. ആൻസർ പാരാതൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ആൻസർ പാരാതോർമോൺ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ. ആൻസർ പാരാതോർമോൺ. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. എന്നാൽ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. അസ്ഥികളിൽ കാൽഷ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ. ആൻസർ പാരാതോർമോൺ. അസ്ഥികളിൽ കാൽഷ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാതോർമോൺ. പാരാതോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ആൻസർ ടെറ്റനി. പാരാതോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ടെറ്റനി ബാധിക്കുന്നത്. ആൻസർ പേശികളെ. ടെറ്റനി ബാധിക്കുന്നത് പേശികളെയാണ്. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽഷ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ. ആൻസർ പാരാതോർമോൺ. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽഷ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ്ജ ഉപയോഗം അറിയപ്പെടുന്നത്. ആൻസർ ബേസൽ മെറ്റബോളിക് റേറ്റ്. ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ്ജ ഉപയോഗം അറിയപ്പെടുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ്. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ. ആൻസർ തൈറോക്സിൻ. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. മാറലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി. ആൻസർ തൈമസ് ഗ്രന്ഥി. മാറലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ആൻസർ പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ആൻസർ തൈമസ് ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ആൻസർ തൈമോസിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി. ആൻസർ പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി.
ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥി. ആൻസർ തൈമസ് ഗ്രന്ഥി. ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ. ആൻസർ മെലാറ്റോണിൻ. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണാണ് മെലാറ്റോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ. ആൻസർ മെലാറ്റോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. പൈനിയൽ ഗ്രന്ഥി കാണപ്പെടുന്ന ഭാഗം. ആൻസർ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത്. പൈനിയൽ ഗ്രന്ഥി കാണപ്പെടുന്ന ഭാഗമാണ് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ആൻസർ തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. ആൻസർ തൈമസ് ഗ്രന്ഥി. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി. ആൻസർ പൈനിയൽ ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. കൃത്യമായ പ്രജനനകാലമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. ആൻസർ മെലാറ്റോണിൻ. കൃത്യമായ പ്രജനനകാലമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. തൈറോക്സിന്റെ ധർമ്മങ്ങൾ. ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയാണ് ക്രെട്ടനിസം എന്നറിയപ്പെടുന്നത്. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. തൈറോക്സിന്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയാണ് ഇതിന്റെ മുഖ്യ ലക്ഷണങ്ങൾ. രക്തത്തിലെ കാൽഷ്യത്തിന്റെ സാധാരണ അളവ് 100 ml 9 മുതൽ 11 മില്ലിഗ്രാം ആണ്. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. ഇത് രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. എന്നാൽ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു പോയാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. കാൽസിറ്റോണിന്റെയും പാരാതോർമോണിന്റെയും പ്രവർത്തനം പരസ്പര വിരുദ്ധമാണ്. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന് കാൽഷ്യം വളരെയധികം അത്യാവശ്യമാണ്. രക്തം കട്ടപിടിക്കാൻ, പേശി പ്രവർത്തനങ്ങൾക്ക്, നാഡീ പ്രവർത്തനങ്ങൾക്ക്, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം എന്നിവയ്ക്കെല്ലാം തന്നെ കാൽഷ്യം വളരെയധികം അത്യാവശ്യമാണ്. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവാണ് 100 മില്ലി ലിറ്ററിൽ 9 മുതൽ 11 മില്ലിഗ്രാം. കാൽഷ്യത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. രക്തത്തിൽ കാൽഷ്യം കൂടിയാൽ തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കാൽസിറ്റോണിൻ രക്തത്തിലേക്ക് കലരുന്നു.
കാൽസിറ്റോണിന്റെ പ്രവർത്തനത്താൽ അധികമുള്ള കാൽസ്യം എല്ലിൽ നിക്ഷേപിക്കപ്പെടുന്നു. കുറെ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറന്തള്ളുന്നു. ഇനി രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞാലോ? പാരാതൈറോയ്ഡ് ഗ്രന്ഥിയായിരിക്കും ഈ സമയത്ത് ഉത്തേജിക്കപ്പെടുന്നത്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണിന്റെ പ്രവർത്തനത്താൽ എല്ലിൽ നിന്നും കാൽഷ്യം അടർന്നുമാറി രക്തത്തിലെത്തുന്നു. വൃക്കകളിൽ നിന്ന് കാൽഷ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. അങ്ങനെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിന്റെ പ്രധാന ധർമ്മം. ഇത്രയുമാണ് ഈ ഗ്രന്ഥികളെക്കുറിച്ച് പറയുവാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു ഗ്രന്ഥികൾ നോക്കാവുന്നതാണ്. താങ്ക്